കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു വാർത്ത കണ്ടതാണ്. ഇതിന് ശേഷം മീഡിയ വൺ ചാനൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ദിലീപിനെ പൂട്ടാൻ പണിയെടുത്തതിന് ഇതാ തെളിവ് എന്നതായിരുന്നു വീഡിയോ. ആ വീഡിയോയിൽ പറയുന്നത് 4 വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളാണ് പങ്കുവെക്കുന്നത്. അതിനകത്ത് ദിലീപിനെ പൂട്ടാൻ എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇത്രയും പേരുണ്ടെന്നുള്ള രീതിയിലായിരുന്നു ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. എല്ലാവരെയും ചോദ്യം ചെയ്തു. അവസാനം അവരുടെ കുറ്റപത്രം ഇങ്ങനെയായിരുന്നു. ഇത് ഫേക്കായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എവിഡൻസ് ആണ് എന്നൊരു ഫൈൻഡിങ്ങിലേക്കാണ് കുറ്റപത്രത്തിൽ പോലീസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതേ പറഞ്ഞ പോലെയാണെങ്കിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ഇത്രയും പ്രമുഖരായിട്ടുള്ള ആളുകളുടെ അവതാറുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അവരുടെ ഫേസ് യൂസ് ചെയ്യുന്നു, അവരുടെ DP യൂസ് ചെയ്യുന്നു, അവരുടെ പേരുകൾ സേവ് ചെയ്ത് യൂസ് ചെയ്യുന്നു. ഇതേ പെർസ്പെക്റ്റീവിൽ തന്നെ ഈ കേസ് ഞാൻ ഇവിടെ കോട്ട് ചെയ്യാനായിട്ട് ഒരു റീസൺ ഉണ്ട്. നമ്മളെ പലരും ഇത് വലിയ സംഭവമൊന്നും അല്ലല്ലോ, ഇത് ട്രെൻഡ് അല്ലേ എന്നുള്ള രീതിയിൽ AI ഇമേജസ് യൂസ് ചെയ്ത് നമ്മളെ സെലിബ്രിറ്റീസിന്റെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ബ്രാൻഡിന്റെ പ്രമോഷൻസ് ചെയ്യുന്നുണ്ട്. ഏകദേശം സെയിം പ്രോസസ്സ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഒരു അവതാർ ഉപയോഗിച്ച് അവർ ആ ഒരു സംഭവം റിക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കുന്നു. ഇവിടെയും നമ്മൾ ഈ ആളുകളുടെ അവതാറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. രണ്ടിന്റെ ഗ്രാവിറ്റി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അവിടെ അത്രത്തോളം ഇതൊരു ക്രൈം അല്ലെങ്കിൽ പോലും ഇത് ഇല്ലീഗലാണ്. ഇത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ കേസിൽ വരും. ഇതേ സമയം തന്നെ നമ്മുടെ ബോളിവുഡിലൊക്കെ ഒരുപാട് സ്റ്റാർസ് ഇതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ AI ഇമേജസും ഇപ്പൊ മുകളിൽ കാണിച്ചിരിക്കുന്ന ലിങ്ക്സ് മൊത്തം ഇതിന് റിലേറ്റഡ് ആണ്. പല പേജുകളിലും ഇത് പോസ്റ്റ് ചെയ്തതായിട്ട് കാണാനുണ്ട്. ഇതൊരു അൺഅവയർനെസ് ആണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ചൊന്നും അറിയാതെ ആയിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത്. നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളെ ബ്രാൻഡിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയ ആണ്. അത് ഹാൻഡിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ മാനേജർമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റൊരാളുടെ കോണ്ടന്റോ മറ്റൊരാളുടെ റൈറ്റ് ഉള്ള സാധനമോ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അവരുടെ കൺസെന്റോട് കൂടിയേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്ന പല സോഴ്സുകളായാൽ പോലും ചിലപ്പോൾ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് ലീഗലി കോൺസിക്വൻസസ് ഉള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇത്ര കാലം വളർത്തിക്കൊണ്ടിരുന്ന പേജ് ആയിരിക്കും ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. സോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക് ചെയ്യുക. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്.